നൽകിയിരിക്കുന്ന ഓഡിയോയിൽ ഇലക്ഷൻ പോളിംഗ് വെബ് സ്ട്രീമിംഗ് ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്യുന്നതിനെക്കുറിച്ചും ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഉള്ളത്. ഇതിന്റെ മലയാളം പരിഭാഷ താഴെ നൽകുന്നു. പോളിംഗ് വെബ് സ്ട്രീമിംഗ് ഡാഷ്ബോർഡ് ഉപയോഗിക്കുന്ന വിധം. ലോഗിൻ ചെയ്യുന്ന വിധം. ഈ ഇലക്ഷനിൽ ഡിസ്ട്രിക്ട് ലോഗിൻ ഉപയോഗിച്ച് കൺട്രോൾ റൂമിൽ എങ്ങനെ വീഡിയോ സ്ട്രീമിംഗ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും നൽകുക. പാസ്വേഡ് നൽകിയ ശേഷം താഴെ കാണുന്ന ക്യാപ്ച ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് 1, 7 തുടങ്ങിയ നമ്പറുകൾ കാണാൻ ഒരേപോലെ തോന്നാം. ഇവ നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നതോടെ പോർട്ടൽ ഓപ്പൺ ആകും. ഡാഷ്ബോർഡിലെ വിവരങ്ങൾ. പോർട്ടൽ തുറന്നാൽ നിങ്ങളുടെ ജില്ലയിലെ എല്ലാ അസംബ്ലികളും താഴെയായി കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്ത ആകെ ക്യാമറകൾ, ഓൺലൈനിലുള്ളവ, ഓഫ്ലൈനിലുള്ളവ തുടങ്ങി എല്ലാ വിവരങ്ങളും ഡാഷ്ബോർഡിന്റെ മുകളിലായി വ്യക്തമായി നൽകിയിട്ടുണ്ടാകും. ഇതിൽ വൾണറബിൾ, ക്രിട്ടിക്കൽ തുടങ്ങിയ PS കാറ്റഗറികൾ അനുസരിച്ച് ക്യാമറകൾ ഫിൽട്ടർ ചെയ്യാം. കൂടാതെ ക്യാമറ ലൊക്കേഷൻ ഇൻ അല്ലെങ്കിൽ ഔട്ട് എന്ന് നൽകി അതിനനുസരിച്ചുള്ള ക്യാമറകളുടെ എണ്ണം മാത്രം കാണാനും സാധിക്കും. മൾട്ടി സ്ക്രീൻ ഉപയോഗം. മൾട്ടി സ്ക്രീൻ ഓപ്ഷൻ ഉപയോഗിച്ച് വീഡിയോകളെല്ലാം ഒരുമിച്ച് സ്ട്രീം ചെയ്യുന്നത് കാണാം. ഇതിൽ ഡിസ്ട്രിക്ട് ഡീഫോൾട്ട് ആയിരിക്കും. കൂടാതെ നിങ്ങൾക്ക് അസംബ്ലി തിരഞ്ഞെടുത്ത് ആ പ്രത്യേക അസംബ്ലിയിലെ വീഡിയോകൾ മാത്രം കാണാനും സാധിക്കും. ഗ്രിഡ് വലിപ്പം കൂട്ടിയാൽ കൂടുതൽ വീഡിയോകൾ ഒരേ സമയം പ്ലേ ആകും. ഇതിലും ഇൻ, ഔട്ട്, ക്രിട്ടിക്കൽ, വൾണറബിൾ തുടങ്ങിയ ഓപ്ഷനുകൾ ഉപയോഗിച്ച് വീഡിയോകൾ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഫിൽട്ടറുകൾ മാറ്റി ഓൾ നൽകിയാൽ ഇൻ, ഔട്ട് എന്നിവയെല്ലാം ഉൾപ്പെടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഓർഡറിൽ വീഡിയോകൾ വരും. ഓട്ടോ റൊട്ടേറ്റും ഫുൾ സ്ക്രീനും. ഓട്ടോ റൊട്ടേറ്റ് കൊടുത്ത ശേഷം ഫുൾ സ്ക്രീൻ നൽകിയാൽ വീഡിയോകൾ ഫുൾ സ്ക്രീനിൽ കാണാനും പേജുകൾ തനിയെ അടുത്തതിലേക്ക് മാറാനും സാധിക്കും. ഫുൾ സ്ക്രീനിൽ നിന്നും സാധാരണ പേജിലേക്ക് മടങ്ങാൻ കീബോർഡിലെ എസ്കേപ്പ് അമർത്തിയാൽ മതിയാകും. ലിസ്റ്റ് വ്യൂ. ഒരു ബൂത്തിൽ ഏതൊക്കെ ക്യാമറകളുണ്ട്, അതിൽ ഏതൊക്കെ ഓൺലൈനിലാണ്, ഓഫ്ലൈനിലാണ് എന്ന വിവരങ്ങൾ ലിസ്റ്റ് വ്യൂ വഴി കാണാൻ സാധിക്കും. ഇതിലും അസംബ്ലി തിരഞ്ഞെടുത്തോ PS നമ്പർ നൽകിയോ വിവരങ്ങൾ പരിശോധിക്കാം. ഇൻ, ഔട്ട് ക്യാമറകളെ മാത്രം പ്രത്യേകം കാണാനും ഈ ഓപ്ഷനിലൂടെ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷനുകൾ കൃത്യമായി ഉപയോഗിച്ച് കൺട്രോൾ റൂമിലെ നിരീക്ഷണത്തിനായി ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വീഡിയോയിൽ നിർദ്ദേശിക്കുന്നു.